യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണ്ടത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. കെട്ടിക്കിടക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം. ശബരിക്ക് ഞങ്ങളെ സഹായിക്കാമോ? രഘുവേട്ടന് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. എങ്കിൽ പിന്നെ എന്തിനാ രഘു ഇങ്ങനെ ഒരു വലിയ കോൺട്രാക്ട് എടുത്ത് തലയിൽ വെച്ചത്? പറ്റിപ്പോയി താനേട്ടാ. ആ ഏജന്റിന്റെ സംസാരം കേട്ടപ്പോ ഇങ്ങനെ ചതിക്കൊന്നും കരുതിയില്ല. രഘു, ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമായി കണ്ടാ മതി. ഇതില് തളരില്ല വേണ്ടത്, ധൈര്യത്തോടെ നേരിടണം. ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രഘുവേട്ടൻ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാറില്ല. ഇപ്പോഴും ആലോചനയും വിഷമോ. പിന്നെ രഘു ഇതെങ്ങനെ സഹിക്കും? ലക്ഷങ്ങളുടെ കടമല്ലേ എടുത്ത് തലേ വെച്ചിരിക്കുന്നത്. പേടിക്കാതെ രഘുവേട്ടാ, മെറ്റീരിയൽസ് അല്ലേ, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഫോറിൻ മാർക്കറ്റ് മുൻനിർത്തി ഡിസൈൻ ചെയ്ത ഡ്രസ്സ്, അത് നമ്മുടെ മാർക്കറ്റിൽ വിറ്റുപോകാൻ പാടാണ്. പക്ഷെ അതിനും വഴികളുണ്ട്. അല്ല, എന്താ ശബരി ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ ഏജന്റിനെതിരെ SP-ക്ക് ഒരു പരാതി കൊടുക്കാം. അതിന് അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരാതിരിക്കില്ല. നിങ്ങൾ വിഷമിക്കാത്ത, രഘുവിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തടത്തോളം നിങ്ങളെ ദൈവം കൈവിടില്ല. സത്യം പറയാലോ, ഇപ്പൊ മനസ്സിനൊരു സമാധാനം തോന്നുന്നുണ്ട്. അതെ, ശബരി എന്തെങ്കിലും വഴി പറഞ്ഞു തരുമെന്ന് അമ്മാവനും പറഞ്ഞിരുന്നു. രഘുവേട്ടൻ അച്ഛനോട് ടെൻഷനൊന്നും വേണ്ടാന്ന് പറയണം. അതെ, നിങ്ങൾ തനിച്ചല്ല, ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാവും. ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പുറത്ത് വരിക തന്നെ ചെയ്യും. ആ, ഇവർക്ക് കുടിക്കാനൊന്നും നിങ്ങൾ എടുത്തില്ലേ? അയ്യോ, ഞാനത് മറന്നു. ഇപ്പൊ എടുക്കാം. ഒന്നും വേണ്ടതേ, എത്രയും പെട്ടെന്ന് തിരിച്ചു ചെല്ലണം. ഈ കാര്യം അച്ഛനോടും മഞ്ചാടിയോടും ചിരുവിനോടൊക്കെ പറയണം. അവർക്ക് ഇത് കേൾക്കുമ്പോ സമാധാനാവും. എന്നാലും ചേച്ചി, ഒന്നും വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. സമാധാനമായിട്ട് ചെല്ലു രഘുവേട്ടാ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ശബരി നിനക്ക്? എന്ത്? അല്ല, ആവശ്യമില്ലാത്ത ഈ കാര്യത്തിനെ നീ തലവെച്ച് കൊടുക്കുന്ന എന്തിനാ? നിങ്ങളൊക്കെ മനുഷ്യരാണോ? രഘുവേട്ടൻ എനിക്ക് എന്റെ സ്വന്തം ചേട്ടൻ തന്നെയാ. അതല്ല ശബരി, നീ ഇതിന്റെ ഇടയിൽ കയറി പണിയോ ഇടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്താ ഒരു വിവരമില്ലേ? ഏത് സമയത്ത് എന്താ പറയണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്കൊക്കെ ഇത്ര പൊള്ളാൻ മാത്രം ഞങ്ങൾ എന്താ പറഞ്ഞത്? അത്യാഗ്രഹം കൊണ്ടെടുത്ത ഓർഡർ അല്ലേ? അല്ലെങ്കിൽ ശബരി വേണ്ടാന്ന് പറഞ്ഞ ഓർഡർ അവൻ എന്തിനാ എടുത്തത്? ഈ കാര്യത്തില് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ രഘുവേട്ടന് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. ശബരി പറഞ്ഞത് കേട്ടല്ലോ, അത് തന്നെയാ എന്റെ അഭിപ്രായം. ഞങ്ങളായിട്ട് ഇനി ഒന്നും പറയുന്നില്ലേ? നീ വാ വാസന്തി. രഘു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളത് ശരിയാ. എന്ന് കരുതി എല്ലാം വിട്ടു എന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. അവനത് വിടാതെ വേറെ വഴിയില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിനെ തല്ലിയ അവന് ശീലം. അതിവിടെ നടന്നില്ലല്ലോ. അവനാണെങ്കിൽ ആവശ്യത്തിന് കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോ അവൻ എന്ത് ചെയ്യാനാ? രഘു തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. മുന്നും പിന്നും നോക്കാനില്ലാത്ത അവസ്ഥ വന്നാ മനുഷ്യൻ പിന്നെ എന്തും ചെയ്യും. അതാ എന്റെ പേടി. അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? അവനെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത്? എപ്പോഴും നമുക്ക് ആളുകളൊക്കെ കൂട്ടി നടക്കാൻ പറ്റുമോ? ഞാൻ ഓർഡർ പിടിക്കാനും കൊടുക്കാനൊക്കെ
എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നതല്ലേ. അവൻ എന്നെ സ്കെച്ചിട്ടാ എവിടെ വെച്ച് വേണമെങ്കിലും അവൻ എന്നെ പൊക്കാം. രഘുവിന്റെ മനസ്സും ദേഹവും നൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈരാഗ്യം അവൻ അവസരം നോക്കി തീർത്താലോ. ഏറി വന്ന രഘുവിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും, അതിൽ കൊള്ളൊന്നുമില്ലല്ലോ. അവന്റെ കയ്യിൽ നിന്ന് നല്ലൊരെണ്ണം കിട്ടിയാ പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ അത് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് വന്ന് ദേഹോപദ്രവം ചെയ്യാനൊന്നും രഘു ശ്രമിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നു. എന്ന് കരുതി ഒരു മുൻകരുതലൊന്നുമില്ലാതെ നടക്കാനും പാടില്ല. എപ്പോഴും ഒരു ശ്രദ്ധ ചുറ്റിലും വേണം. രഘു കാര്യങ്ങൾ ശബരിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഞാനത് പറഞ്ഞാണല്ലോ, ശബരിയുടെ സ്വഭാവത്തിന് അയാൾ തിരിച്ചടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടം എങ്ങനെ നികത്താമെന്നേ ചിന്തിക്കൂ. അപ്പൊ ഞാൻ രഘുവിന്റെ നഷ്ടം നികത്തി കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെയൊന്നും വരില്ലെന്നേ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാതെ ഞങ്ങൾ നോക്കും. ധൈര്യമായിട്ടിരിക്കുന്നേ. അതെ, വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ഈ സമയം അതിന് വേണ്ടത് ചെയ്യുക. ഞാൻ എന്തായാലും ഒരെണ്ണം കൂടി ഒഴിക്കുക. അതങ്ങ് പിടിപ്പിക്കേ. ടെൻഷനൊക്കെ മാറി മനസ്സൊന്ന് തണുക്കട്ടെ. നാ മതി. എടുത്തി വയ്യാതിരിക്കുമ്പോ പാചകം ചെയ്യാൻ കയറിയോ? വെറുതെ ദേഹവിളയ്ക്ക് ആരോഗ്യം കളയണ്ട കേട്ടോ. ഏട്ടനും ഇതിന് സപ്പോർട്ടാണല്ലേ? വീട്ടുജോലിക്കാരെയും കിട്ടാനില്ലെങ്കിൽ ആഹാരം കുറച്ചു ദിവസം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പോരായിരുന്നോ? ഭാനുമ്മയ്ക്ക് വയ്യായിരുന്നിപ്പോ ഫുഡ് വെളിയിൽ നിന്ന് വരുത്താന്ന് ഞാനും പറഞ്ഞതാ. പക്ഷേ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത്. ഈ ഫുഡ് ഞാനുണ്ടാക്കിയതാണെന്ന് സത്യനെങ്ങനെയാ മനസ്സിലായേ? ഭാനുമ്മ ഉണ്ടാക്കിയ ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ വേറെ ആരോട് ആഹാരം ഉണ്ടാക്കാനില്ലല്ലോ. അപ്പോ ഫുഡ് ഇഷ്ടപ്പെട്ടല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പോ ഏട്ടത്തി അല്ലേ ഇത് ഉണ്ടാക്കിയത്? അല്ല, എന്റെ ആരോഗ്യം നേരെയാവുന്നവരെ എന്നെ സഹായിക്കാൻ തയ്യാറായി ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. ആര്? പ്രതിഭ. എടാ, നീ കഴിക്കാതിരിക്കൊന്നും വേണ്ട. ഇനി കുറച്ചു ദിവസത്തേക്ക് പ്രതിഭയായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏട്ടൻ ഇത് എന്തു ഭാവിച്ചാ? പ്രതിഭയെ പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ വീട്ടുജോലി ചെയ്യിക്കുന്നത് ശരിയാണോ ഏട്ടാ? ഇന്ദ്രേട്ടനും ഞാനും ഒന്നും അവളോട് ആവശ്യപ്പെട്ടതല്ല സത്യ. എന്നെ കാണാൻ വന്നപ്പോ ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ട് പ്രതിഭ തന്നെ സ്വയം തീരുമാനം എടുത്തതാ. എന്നാലും നമ്മുടെ ഓഫീസിലെ ജോലി വേണ്ടെന്ന് വെച്ച് പോയതല്ലേ പ്രതിഭ? അതിന് കാരണം നീയല്ലേ. നിനക്കൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതി അവള് പോയത്. ഇനി നീ തിരിച്ചു വിളിച്ചാ പ്രതിഭ എപ്പോ വേണമെങ്കിലും ഓഫീസിൽ വരാൻ തയ്യാറാ. അതെ സത്യ, ആ കുട്ടിക്ക് നമ്മൾ കൊടുത്ത ജോലി വലിയൊരു ആശ്വാസമായിരുന്നു. അതിനുശേഷം വേറെ എവിടെ അവള് ജോലിക്ക് പോയതുമില്ല. ഇവിടെ വന്ന് എന്നെ സഹായിക്കാന്ന് വലിയ താല്പര്യത്തോടെയാ പറയുന്നത്. അപ്പൊ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? അവള് രാവിലെ വന്നിട്ട് വൈകിട്ട് പോവും. ആ സമയത്ത് നീ കടയിലോ ഓഫീസിലോ ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നെന്താ? ഇത് എത്ര നാളെ തുടരാനാ പ്ലാൻ? പ്രതിഭയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൾക്ക് വേറെ ഏതെങ്കിലും ഒരു ജോലി ആവുന്നവരെ അവൾ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ശമ്പളം കൊടുക്കാം. അനുവിനൊരു സഹായമാവില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല.